സംസ്ഥാനത്തെ നഴ്സിംഗ് പ്രവേശന പ്രതിസന്ധിക്ക് ആരോഗ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പരിഹാരം. സർക്കാരിന് വിട്ടുകൊടുത്ത സീറ്റുകൾ തിരിച്ചെടുക്കില്ലെന്ന് മാനേജ്മെന്റുകൾ സർക്കാരിനെ അറിയിച്ചു. ഏകജാലക പ്രവേശന സംവിധാനവുമായി സഹകരിക്കുമെന്നും നഴ്സിംഗ് അസോസിയേഷൻ ഭാരവാഹികൾ സർക്കാരിനെ അറിയിച്ചു എന്നാണ് സൂചന. സ്വകാര്യ മേഖലയിൽ 119 കോളേജുകളിലെ മാനേജ്മെന്റ് സീറ്റുകളിലെ പ്രവേശന തർക്കം പരിഹരിക്കുന്നതിനാണ് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നത്. ബോണ്ട് നൽകിയാൽ മാത്രം അഫിലിയേഷൻ എന്ന നിബന്ധന ആരോഗ്യ സർവകലാശാല പിൻവലിക്കും. കഴിഞ്ഞ വർഷം അംഗീകാരമുണ്ടായിരുന്ന കോളേജുകൾക്ക് അഫിലിയേഷൻ നൽകാമെന്ന് യോഗത്തിൽ മന്ത്രി വ്യക്തമാക്കി. GST വിഷയത്തിൽ മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും ആരോഗ്യമന്ത്രി മാനേജ്മെന്റ് പ്രതിനിധികളെ അറിയിച്ചു. സർക്കാർ ഉറപ്പുകൾ പരിഗണിച്ച് വിട്ടുവീഴ്ചകൾക്ക് മാനേജ്മെന്റുകളും തയ്യാറായിട്ടുണ്ട്. സർക്കാരിന് വിട്ടുകൊടുത്ത 50% സീറ്റുകൾ തിരിച്ചെടുക്കില്ലെന്ന് മാനേജ്മെന്റുകൾ സർക്കാരിനെ അറിയിച്ചു. ഏകജാലക പ്രവേശന സംവിധാനവുമായി സഹകരിക്കുമെന്നും നഴ്സിംഗ് അസോസിയേഷൻ ഭാരവാഹികൾ സൂചന നൽകി. ഞങ്ങളുടെ ഗ്രീവൻസ് എല്ലാം അവതരിപ്പിച്ചു. മന്ത്രി വളരെ ശ്രദ്ധാപൂർവം കേട്ടു. അവരുടെ അനുഭാവപൂർവ്വമാണ് മറുപടി കിട്ടിയത്. ഇനി പരിശോധന നടത്തി അഭിലേഷം കൊടുക്കാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് കൗൺസിൽ 24-ാം തീയതി കൂടി എല്ലാ കോളേജുക്കും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സീറ്റുകൾ കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചു. അതെ, അഫിലിയേഷൻ നഴ്സിംഗ് കൗൺസിലാണ് തരേണ്ടത്. അത് 24-ാം തീയതി തീരുമാനം കൊടുക്കും. ബോണ്ട് കൊടുത്താലേ തരുള്ളൂ എന്നുള്ളത് അത് മാറ്റി. ഇരു കൂട്ടരും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായ സാഹചര്യത്തിൽ നഴ്സിംഗ് പ്രവേശനം കൃത്യസമയത്തു തന്നെ പൂർത്തിയായേക്കും. ഈ മാസം 24-ന് നഴ്സിംഗ് കൗൺസിൽ യോഗവും 28-ന് നഴ്സിംഗ് മാനേജ്മെന്റ് അസോസിയേഷൻ യോഗവും ചേരുന്നുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.